നീ പറഞ്ഞ ഏതു വാക്കും അക്ഷരം പ്രതി അനുസരിക്കുന്ന ഈ പാവത്തിനെ എല്ലാരും കൂടി ഇങ്ങനെ ചുറ്റി വളഞ്ഞ് ആക്രമിക്കുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ ഇവൻ എന്തിനാ ആ ലോ കോളേജിൽ ജോലിക്ക് ചേർന്നത്? പിന്നെ നിങ്ങൾ പശ്ചാത്തപിച്ചിട്ടോ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടോ ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു കുടുംബത്ത് വന്നു കയറിയ മൂത്ത മരുമകളുടെ ഉത്തരവാദിത്തത്തിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞെന്നേ ഉള്ളൂ. കേൾക്കുന്നവർക്ക് കേൾക്കാം, ഇല്ലെങ്കിൽ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിട്ടേക്കാം. മഹി, മഹി, മഹി. കണ്ടില്ലേ, ഇപ്പൊ വിളിച്ചാ പോലും മകൻ വിളി കേൾക്കാത്ത അവസ്ഥയായി. എടി ചിന്നു, നിന്റെയും മഹിയുടെയും പ്രേമ നാടകം ഇന്നത്തോടുകൂടി ഞാൻ അവസാനിപ്പിച്ച് തരുന്നുണ്ട്. ഞാൻ വിളിച്ചത് കേട്ടിട്ടും വരാൻ എന്താ ഇത്ര താമസം? അത്രയ്ക്ക് അഹങ്കാരമായോ നിനക്ക്? അയ്യോ അമ്മേ, അമ്മ പറഞ്ഞത് ഞാൻ എന്താ കേൾക്കാതിരുന്നിട്ടുള്ളത്? അപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വള്ളി പുള്ളി തെറ്റാതെ നീ അനുസരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ അറിയാതെ നീ എന്തിനാ ലോ കോളേജിൽ ലെക്ചറായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ അറിയാതെ നീ ലോ കോളേജിൽ ലെക്ചറായിട്ട് ചേർന്നോ? എന്നെ ധിക്കരിക്കാൻ മാത്രം ധൈര്യമുണ്ടോ നിനക്ക്? സ്വന്തം അമ്മ പറഞ്ഞ വാക്ക് നിനക്കനുസരിക്കാൻ വയ്യേ? ഇതാണോ നീ എനിക്ക് തരുന്ന വില? ലക്ഷണം കേട്ട വക്കീൽ കോട്ട് ഒരിക്കലും ധരിക്കരുതെന്ന് അമ്മ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ടും നീ അത് എടുത്തിട്ടു. ഇപ്പൊ അമ്മയോട് പറയാതെ രഹസ്യമായിട്ട് കോളേജിൽ പോയി ലെക്ചറായി. അതിന്റെ ആവശ്യം എന്തായിരുന്നു? ആർക്ക് വേണ്ടിയാ നീ ഇതെല്ലാം ചെയ്തെന്ന് എനിക്കറിയണം. ഒരു ചുമതലയും ഏറ്റെടുക്കാതെ നീ അലസനായിട്ട് ചുറ്റിയടിച്ച് നടന്നപ്പോ ഞാൻ എതിർത്തില്ല. നിന്റെ സന്തോഷത്തിന് ഒരു തടസ്സവും ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പോഴേക്കും എന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി നീ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇത് ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ല. മഹി, നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അമ്മയെ വേദനിപ്പിക്കുന്നുണ്ട്. നീ ഇതെല്ലാം മനഃപൂർവ്വം എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ? പറയടാ. ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത്. എന്റെ മുഖത്ത് നോക്കി മറുപടി പറയടാ. അമ്മ ചോദിച്ചതിന് ഉത്തരം പറയടാ. എന്തിനാ നീ ജോലിക്ക് ചേരുന്നത്? എന്നെ പറ്റിച്ച് എന്നെ ധിക്കരിച്ച് ആ കോളേജിൽ ജോലിക്ക് ചേരേണ്ട ആവശ്യം എന്തായിരുന്നു നിനക്ക്? പറയടാ, ആർക്കു വേണ്ടിയാ നീ ഇതെല്ലാം ചെയ്യുന്നത്? അത്
അമ്മേ ഞാൻ പറയടാ, ആർക്കു വേണ്ടിയാ നീ ഇതെല്ലാം ചെയ്യുന്നതെന്ന്? ഞാൻ നേരത്തെ പറഞ്ഞില്ലമ്മേ, ഇവൻ കോൾ എന്താ രമേ, അവൻ നിനക്ക് വേണ്ടിയാണ് ആ ജോലിക്ക് ചേരാൻ പോകുന്നത്. ഏ? എനിക്ക് വേണ്ടിയോ? ഹ, എനിക്ക് വേണ്ടി ഇവനെന്തിനാ ലോ കോളേജിൽ ലെക്ചറായിട്ട് പോകുന്നത്? എന്താണ് രമേ ഇത്? ഇവനെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? നീ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നോണ്ടാ ഇവൻ നിന്നോട് പറയാതെ ലോ കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നത്. അല്ലാതെ നിന്നെ നാണം കെടുത്തുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ഇവൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഏതെങ്കിലും വിധത്തിൽ എപ്പോഴെങ്കിലും നിന്നെ ഇവൻ നാണം കെടുത്തിട്ടുണ്ടോ? നീ വേണ്ടാന്ന് പറഞ്ഞ ഒറ്റ കാരണത്തില് അവൻ വിദേശത്ത് പോയി പഠിക്കണമെന്ന ആഗ്രഹം പോലും ഉപേക്ഷിച്ചു. ശിവദാസനെ കേസിൽ നിന്ന് മോചിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ശ്രമവും നീ പറഞ്ഞുകൊണ്ട് മാത്രം ഉപേക്ഷിച്ചവനാ ഈ നിൽക്കുന്ന മഹി. നിനക്ക് വേണ്ടി നീ പറഞ്ഞ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാമെന്നും അവൻ സമ്മതിച്ചു. എന്നിട്ടും നീ പറഞ്ഞ ഒരു കാര്യവും അവൻ അനുസരിച്ചില്ല എന്ന് നിനക്കെങ്ങനെ പറയാൻ പറ്റും രമേ? ജീവിതത്തിൽ അവൻ ഏറ്റവും അധികം മോഹിച്ച കാര്യങ്ങൾ പോലും ചെയ്യാതെ, അവൻ മോഹിച്ച കാര്യങ്ങളെല്ലാം, ആഗ്രഹിച്ച തൊഴിൽ ഉൾപ്പെടെ എല്ലാം ഉപേക്ഷിച്ചവനല്ലേ മഹി? നിനക്കത് നിഷേധിക്കാൻ പറ്റൂ? അച്ഛൻ എൻ്റെ അച്ഛനല്ല, ദൈവമാണ്. എത്ര ഈസി ആയിട്ടാ അച്ഛൻ കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നത്. അവൻ ഒരു പരിചയമില്ലാത്ത ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് അവന്റെ മുന്നിൽ നിർത്തി അവളെ കല്യാണം കഴിക്കണമെന്ന് നീ പറഞ്ഞപ്പോ അതിന് സമ്മതിച്ച് പെണ്ണ് കാണലിന് സഹകരിച്ചവനല്ലേ ഈ മഹി? നീ പറഞ്ഞ ഏതു വാക്കും അക്ഷരം പ്രതി അനുസരിക്കുന്ന ഈ പാവത്തിനെ എല്ലാരും കൂടി ഇങ്ങനെ ചുറ്റിവളഞ്ഞ് ആക്രമിക്കുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ ഇവൻ എന്തിനാ ആ ലോ കോളേജിൽ ജോലിക്ക് ചേർന്നത്?